എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. നമ്മൾ കോഴിക്കോട് തൊണ്ടയാടുള്ള ഇഹം ഡിജിറ്റലിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇഹം ഡിജിറ്റൽ എത്തിയതിന് ശേഷം ഉള്ള അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് കാണാം. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനൊപ്പം അവിടുത്തെ ഷോറൂമിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൂടെ മേടിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇഹം ഡിജിറ്റൽ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസുള്ള ഇഹം ഡിജിറ്റൽ എത്തി. നമുക്കിവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ടാനി എന്ന് പറഞ്ഞ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. 3 ഫ്ലോറിലായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ലോകം എന്ന് പറയാം നമ്മുടെ ഈ ഇഹം ഡിജിറ്റലിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോറിലെയും കാര്യങ്ങൾ ടാനിയോടും മറ്റ് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഇവരുടെ സർവീസ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മുന്നോട്ട് പോകാം. ടാനി നമ്മളെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ടി വിയുടെ സെക്ഷനിലേക്കാണ്. അന്നേരം ടി വിയുടെ റേഞ്ച് ഏത് റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഏത് കമ്പനികളുടെ ഉണ്ട്, ഏത് എൻഡ് വരെയുള്ള ടി വിസ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ടാനി പറഞ്ഞുതരും. അപ്പോൾ ടാനി പറഞ്ഞോളൂ, ഏതൊക്കെയാണ് നിങ്ങളുടെ ഇവിടെയുള്ള ടി വികൾ, അതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. നമുക്കൊരു 6990 മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ 32 ഇഞ്ച് വരുന്നുണ്ട്. 32 ഇഞ്ചിൽ തന്നെ നോർമൽ ടി വി വരുന്നുണ്ട്, സ്മാർട്ട് ടി വി വരുന്നുണ്ട്, അതേമാതിരി തന്നെ ആൻഡ്രോയിഡ് ടി വി വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ടിവിയിൽ തന്നെ നോർമൽ ആൻഡ്രോയിഡ് വരുന്നുണ്ട്, ഒഫീഷ്യൽ ആൻഡ്രോയിഡ് വരുന്നുണ്ട്. ഇതൊക്കെ 32 ഇഞ്ചസാണ് വരുന്നത്. അതിൽ സോണി വരുന്നുണ്ട്, സാംസങ് ഉണ്ട്, LG ഉണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇതൊക്കെ HD ടി വി ആണ്. ഇതിലേക്ക് വരുമ്പോൾ പിന്നെ സോണി 40 ഇഞ്ച് സ്മാർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ 40 ഇഞ്ച് ടി വി ആണ് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു അത് നമുക്ക് 6990 മുതൽ ടി വി വരുന്നുണ്ട് സ്റ്റാർട്ടിങ്. അത് 24 ഇഞ്ച് ടി വി ആണ് വരുന്നത്. പിന്നെ അത് 1 ഇയർ വാറണ്ടി കൊടുക്കും. പിന്നെ നമുക്കൊരു 12990 5 ഇയേഴ്സ് വാറണ്ടി ആയിട്ട് സ്മാർട്ട് ടി വി വരുന്നുണ്ട്. അതായത് സാധാരണ LED TV 6990 അറൗണ്ട് 7000 മുതലും സ്മാർട്ട് ടിവികൾ ഒരു 12900 മുതലും 13000 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്, ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതേമാതിരി തന്നെ ഇത് 40 ഇഞ്ചസ് വരുന്നുണ്ട്. പിന്നെ 4K വരുന്നുണ്ട്. പിന്നെ QLED ഉണ്ട്, OLED ഉണ്ട്. കാണിച്ചു തരാം വരും. ഇഞ്ചസ് ആണ് ഇത്. സ്മാർട്ട് ടി വി ആണ് 43 ഇഞ്ചസിൽ. പിന്നെ അതിൽ LG വരുന്നുണ്ട്, സോണി ഉണ്ട്, സാംസങ് ഉണ്ട്. പിന്നെ ലോ ബഡ്ജറ്റിലാണെങ്കിൽ ഇംബെക്സ് വരുന്നുണ്ട്. ഇംബെക്സ് വരും, G10 വരും. ഇംബെക്സ് വരും. താഴത്തുള്ള G10 ആണ്. സ്മാർട്ട് ടി വി ആണ്, ആൻഡ്രോയിഡ് ആണ്. G10 ഒരു നോർമൽ ടി വി ഒക്കെ ആണെങ്കിൽ ഒരു 15 40 ഇഞ്ച് ഒരു 15 താഴത്തേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് 55 ഇഞ്ചസ് ആണ് വരുന്നത്. 55 ഇഞ്ചസിൽ സ്മാർട്ട് ടി വി വിത്ത് 4K ആണ് വരിക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡ്രോയിഡ് ടി വി വരുന്നുണ്ട്, സ്മാർട്ട് ടി വി വരുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഒരു 34,900 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഒരു 3 ഇയർ വാറണ്ടി ഒക്കെ ആയിട്ട്. 55 ഇഞ്ച് 55 ഇഞ്ച് ഇംബെക്സ്. പിന്നെ വരുന്നത് നമുക്ക് 65 ഇഞ്ച് വരും. 65. ഇത് VU എന്നാണ് വേണ്ട. ഇത് ഒരു 90,000 ആണ് MRP. ഒരു 68,900 ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാം. ഓ യെസ്. പിന്നെ 3 ഇയർ വാറണ്ടി വരും, വിത്ത് ഇൻസ്റ്റാളേഷൻ ഒക്കെ വരും. ഇവിടെ നമ്മൾ ഏറ്റവും ഹയർ സൈസ് ടി വി 82 ഇഞ്ചാണ് വരിക. 82 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. 75 ഇഞ്ച് 8K ആണ് സാംസങ്ങിൻ്റെ. ഇത് MRP വരുമ്പോൾ 10 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട് MRP. ഇതൊരു നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. 10 ലക്ഷം സ്പെഷ്യൽ പ്രൈസ് 8,99,000 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ സ്പെഷ്യൽ പ്രൈസ് ആക്കി ചെയ്യാനുണ്ടാവും. നമുക്കൊരു 80 ഇഞ്ച് ഉണ്ടെന്ന് പറയാം. 82 ഇഞ്ച് 82 ഇഞ്ച് നമ്മളവിടെ കണ്ടത് 8K 75 ഇഞ്ചാണ്. ഇത് 82 ഇഞ്ച് വരും. ഇതും സാംസങ്ങിൻ്റെ ആണ്. സാംസങ് 6 സാംസങ് ആണ് ഫസ്റ്റ് കൊണ്ടുവന്നത് 8K. അതിൻ്റെയൊക്കെ കടിയൊക്കെ വരുന്നത് കറക്റ്റ് തന്നെ
കടുവേൻ്റെ റോം കൂടെ കണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഉണ്ട്, ഓൾറെഡി സോണീൻ്റെ ഓൾറെഡി ഉണ്ട്. സോണീൻ്റെ ക്ലാരിറ്റി നമുക്ക് ശരിക്കും നേരിട്ട് ഒന്ന് കണ്ടാലേ കറക്റ്റ് ഉണ്ട്. നമുക്ക് ക്യാമറയിലൂടെ മനസ്സിലാവും തോന്നുന്നില്ല. ഇത് ആൻഡ്രോയിഡ് ടി വി ആണ് സോണീൻ്റെ വിത്ത് ഓൾറെഡി. നമുക്കിനി ടി വിയുടെ സെക്ഷൻ കഴിഞ്ഞല്ലേ? ഓക്കെ. നമുക്കിനി അടുത്തൊരു സെക്ഷനിലേക്ക് ഇനി വാഷിംഗ് മെഷീൻ ഉണ്ട്, ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഹോം തിയേറ്ററിലേക്ക് പോകാം. ഓക്കെ വരും. ഓക്കെ, നമ്മളിപ്പം നിൽക്കുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം തിയേറ്ററിൻ്റെ സെക്ഷനാണ്. ഹോം തിയേറ്റർ സെക്ഷനിൽ നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ഏരിയ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലുള്ള ബാക്കിയുള്ള ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ മൂവ് ചെയ്യാം. ഇതിലിപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് 1990 ഹോം തിയേറ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ 2.1 വരുന്നുണ്ട്, അതിൽ തന്നെ 5.1 ഉണ്ടാവും. 5.1 വരുന്നുണ്ട്. അത് ബ്ലൂബെറി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരും. അതിൽ ബ്ലൂടൂത്ത് ഉണ്ടാവും, പെൻഡ്രൈവ് ഉണ്ടാവും, FM ഉണ്ടാവും. പിന്നീട് വേറെ പിന്നെ വരുന്നത് എന്തിനാ ഒരു 5.1 ഇവന് വേണ്ടി 3,000 4,000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പല റേഞ്ചിലില്ല. ഇതിൽ വാട്സിലാണ് കണക്ക്. ഏറ്റവും ഹയർ എൻഡ് വാട്സ് വരുന്നത് 1000 വാട്സ്, 1200 വാട്സ് വരും. അത് സോണീൻ്റെ മോഡൽ വരും. ഇങ്ങനെ വരിക. ഈ ഒരു DVD പ്ലെയർ ആണ്, ബ്ലൂറേ 3D ബ്ലൂറേ DVD പ്ലെയർ ആണ് വരിക. പിന്നെ ഇങ്ങനത്തെ 5 സ്പീക്കേഴ്സ് വരും. പിന്നെ അതിൻ്റെ DVD ബൂഫർ വരും. 1200 വാട്സ് RMS ആണ്. അതിന്റെ പവർ പ്രൈസ് എന്ന് പറയുന്നത് 50,990 MRP വരും. സ്പെഷ്യൽ സ്കീം വരുന്നുണ്ട്, ബജാജ് വരുന്നുണ്ട്, അങ്ങനെ EMI ബജാജ് വരും, ക്രെഡിറ്റ് കാർഡ് EMI ചെയ്യാം, അങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വാഷിംഗ് മെഷീൻ സെക്ഷനിലേക്ക് വന്നു. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്ന മുഴുവൻ വാഷിംഗ് മെഷീനാണ്, ഫാനിയാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 6,990 6,990 രൂപ മുതൽ ഇവിടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ജസ്റ്റ് ആ വാഷിംഗ് മെഷീൻ്റെ സീരീസ് കണ്ടുപിടിക്കും. ഇതിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് 6 kg ആണ് വരുന്നത്. 6,990 ആണ് ഓഫർ പ്രൈസ് വരുന്നത്. പിന്നെ 6.5 വരുന്നുണ്ട്, അതൊരു 8,900 ആ റേഞ്ചിലേക്ക് വരും. പിന്നെ ഇതിലൊരു 10 കിലോ 20 കിലോ വരെ വരുന്നുണ്ട്. ഹോസ്റ്റലിലേക്ക് ഹോട്ടൽസിലേക്ക് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. 20 കിലോ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഇല്ല, വേറെ ഹൗസിൽ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 10 kg എന്ന് പറയുന്നത് അതൊക്കെ 10 kg വരും. ഇതിൽ വേൾപൂളിൻ്റെ സീരീസ് ചെറിയ കുട്ടികൾക്ക് തന്നെ ഇറങ്ങി നിൽക്കാനുണ്ട്. ഇത് നമ്മളിപ്പോൾ സെമി ഓട്ടോമാറ്റിക് റേഞ്ച് ആണ്. ഇനി ഫുൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഫ്രണ്ട് ലോഡ് മെഷീൻ വരുന്നുണ്ട്. നമ്മളിനി സെമി ഓട്ടോമാറ്റിക് ഏരിയ ഫുൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഈ ഒരു മെഷീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇംബെക്സ് നമ്മളവിടെ കണ്ട ആ മെഷീൻ്റെ അതേമാതിരി തന്നെ ഫുൾ ഓട്ടോമാറ്റിക്കലി 6 kg വരുന്ന ഇംബെക്സ് ആണ് വരുന്നത്. ഇത് ഒരു ഓഫ് കഴിഞ്ഞിട്ട് നമുക്കൊരു 11,000 ആ റേഞ്ചിലൊക്കെ ചെയ്തു തരാൻ പറ്റും. ഇതിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കെൽവിനേറ്റർ വരുന്നുണ്ട്, പിന്നെ അത് ഹയർ വരുന്നുണ്ട്, വേൾപൂൾ ഉണ്ട്, വേൾപൂൾ വരും, സാംസങ് ഉണ്ടാവും, LG വരുന്നുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് വരുമ്പോൾ നോർമൽ മെഷീന് വരും, അതേമാതിരി ഇൻവേർട്ടർ ടെക്നോളജി വരും. ഇൻവേർട്ടർ ടെക്നോളജി ഉണ്ട്. ഇൻവേർട്ടർ വരുന്നത് സാംസങ്ങിന് വരുന്നുണ്ട്, LGക്ക് വരുന്നുണ്ട് ഇൻവേർട്ടർ, പിന്നെ ബൂഷിന് വരും ഇൻവേർട്ടർ. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ വാഷിംഗ് മെഷീനിലും 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നിട്ടുണ്ട്. മോട്ടറിന് 10 വർഷം വാറണ്ടി ഉണ്ടാവും, 2 വർഷം ഫുൾ വാറണ്ടി ഉണ്ട്, ചിലത് 3 വർഷം ഫുൾ വാറണ്ടി ഉള്ളതുണ്ട്. പിന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു 3 വർഷം കൂടി എക്സ്റ്റെൻഡും ചെയ്യാം. നമുക്ക് 5 ഇയർ വരെ ഫുൾ വാറണ്ടി ആക്കി വെക്കാം. അതായത് നമ്മൾ ഷോറൂം ത്രൂ ആണ് ചെയ്യുന്നത്, കമ്പനി അഡീഷണൽ പേയ്മെന്റ്. ഫ്രണ്ട് ലോഡ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ലോഡർ വാഷിംഗ് മെഷീൻ കാണുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മൊബൈലും ലാപ്ടോപ്സും ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം.
നമ്മുടെ മൊബൈൽ സെക്ഷനിലെ അതുൽ ബാബു നമുക്ക് മൊബൈൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. നമ്മളിവിടെ ഐഫോണിൽ സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്കാണ് പോകുന്നത്. സാധാരണ എല്ലാവരും താഴത്തെ സെക്ഷനിൽ തുടങ്ങി മുകളിലേക്ക് വരും. നമുക്ക് ഐഫോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡിലേക്ക് പോകും. ആപ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന 12 സീരീസിൽ എല്ലാ സീരീസും വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 11 അതുപോലെ SE ആണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. SE വരുന്നുണ്ട്, 11 വരുന്നുണ്ട്. അതിൽ 11ൽ പിന്നെ അതുപോലെ 10R സീരീസ് വരുന്നുണ്ട്. പിന്നെ ഐപാഡിൽ ഐപാഡ് സീരീസ് എല്ലാം വരുന്നുണ്ട്. എയർ വരുന്നുണ്ട്, ഐപാഡ് പ്രോ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പ്രൈസിങ് നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഐഫോണിൽ സ്റ്റാർട്ടിങ് വന്ന SE 2020 പറഞ്ഞ മോഡലാണ്. അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 39,900 ആണ് 64 GB സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതിൽ 12 സീരീസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ 12 മിനി എന്ന് പറഞ്ഞ ഒരു മോഡൽ വരുന്നുണ്ട്. 12 മിനി ആവുന്ന സമയത്ത് നമുക്ക് 64 GB ആണ് അതിലും സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ 69,000. അതെ പ്രൈസ് അതെ അതിൽ ഇത് 5.4 സൈസ് വരും. അത് കുറച്ച് 5S ഒക്കെ ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ലേറ്റസ്റ്റ് ഡിസൈൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതിൽ 12 സീരീസും വരുന്നുണ്ട്. 12 64 GB തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ 70,900 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. നമുക്ക് ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ ആയിട്ട് തന്നെ വരും. നമുക്ക് ഇവിടെ തന്നാൽ മതി. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരാണ് നമുക്ക് ഇവിടെ തന്നാൽ മതി. സർവീസ് നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുന്നവരെ സാംസങ്ങിലാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോൾ അതിൽ സാംസങ്ങിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്നത് സാംസങ്ങിൻ്റെ S21 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് S21 വരുന്നുണ്ട്. 2 മോഡൽസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ Note 20 അൾട്ര വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ നോട്ട് സീരീസിൽ വരുന്നത്. അതെ ഇത് പിന്നെ ഇത് 2 മോഡലായിട്ട് വരുന്നത് S21 അൾട്ര ഇല്ല. പിന്നെ സ്മാർട്ട് വാച്ച് ലേറ്റസ്റ്റ് വാച്ച് 3 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ബഡ്ഷെയർ ലൈവ് ആണ്. ഇതിൻ്റെ ബഡ്ഷെയർ പ്രോ എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ വരുന്നുണ്ട്. അത് കുറച്ച് ദിവസം കൊണ്ട് നമുക്കിപ്പോൾ ഡെമോ അവൈലബിൾ ആവും. പിന്നെ ഇതിൽ നോർമലി നമുക്കിപ്പോൾ ടാബും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അത് തന്നെ എൻ്റെ സാംസങ്ങിലേക്ക് വരുന്ന എൻ്റെ ബേസിക് മോഡൽ വരും. ബേസിക് മോഡൽ നമുക്ക് A71 വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ A സീരീസ് എല്ലാം M സീരീസും F സീരീസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കൗണ്ടറിൽ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. M സീരീസും കിട്ടും, അതുപോലെ തന്നെ F സീരീസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കൗണ്ടറിൽ. പിന്നെ നമുക്ക് ബ്രാൻഡുകളെല്ലാം വരുന്നുണ്ട്. ഓപ്പോ വരുന്നുണ്ട്, വിവോ വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ്മി ചെയ്യുന്നുണ്ട്, റിയൽമി ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ മാർഷൽ നമ്മൾ എല്ലാ മോഡൽസും ചെയ്യുന്നുണ്ട്. സ്പീക്കേഴ്സ് ആണെങ്കിലും ഹെഡ്ഫോൺസ് ആണെങ്കിലും മാർഷൽ എല്ലാം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വോബോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ കിൽബേൺ വരുന്നുണ്ട്, പോർട്ടബിൾ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതിൽ 2 ചെറിയ സ്പീക്കർ വരുന്നത് കിൽബേണും വരും, അതുപോലെ തന്നെ സ്റ്റോക്ക് വെയിലും വരും. ഈ 2 മോഡലാണ് നമ്മൾ പോർട്ടബിൾ സ്പീക്കർ വരുന്നത് ചെറിയ ടൈപ്പിൽ. പിന്നെ അതിൽ തന്നെ സ്റ്റാൻമോർ വരുന്നുണ്ട്, വോൾബോൺ ആണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഹൈ എൻഡ് സീരീസിൽ വരുന്നതിൽ വലിയ മോഡൽ ഇതാണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ കളർ വേരിയൻ്റ് മാറ്റം വരുന്നതുണ്ട്. പിന്നെ ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഓഫേഴ്സ് വരുന്നുണ്ട്. നോർമൽ ഇപ്പോൾ ഓൺലൈൻ പ്രൈസിനെക്കാട്ടും കുറച്ച് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മനാഫ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് AC, വാഷിംഗ് മെഷീൻ, ഫ്രണ്ട് ലോഡർ വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനാഫ് നമുക്ക് പറഞ്ഞു. നമുക്ക് ഈ ഫ്ലോറിൽ മെയിനായിട്ട് വരുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ വരുന്നുണ്ട്, പിന്നെ എയർ കണ്ടീഷൻ വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, പിന്നെ ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രിഡ്ജിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് മോഡൽസ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് സിംഗിൾ ഡോറിലൊക്കെ ഒരു 8,990 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മുതൽ ഓരോ ലിറ്റർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് റേറ്റ് പ്രൈസ് ഇങ്ങനെ ഹൈ ആയി വരും. ഫസ്റ്റ് മോഡൽ നോക്കാം. ഇതൊക്കെയാണ് ഇതുപോലെ വേൾപൂളിൻ്റെ ഒരു 215 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ള ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ. 20,000 റേറ്റ് വരുന്നത്. അതിൽ ഓഫർ റേറ്റ് വരും 16,500 റേഞ്ച്, ആ റേഞ്ചിലൊക്കെ വരുന്നത്. പിന്നെ ഡബിൾ ഡോറിൽ ജസ്റ്റ് നോക്കട്ടെ. ഡബിൾ ഡോറിലൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് 18,990 മുതൽ തുടങ്ങുന്നുണ്ട്. അത് മുതൽ തന്നെ 20,000 അങ്ങനെ ഒരു മാക്സിമം 3 lakhs വരെ ഫ്രിഡ്ജിൻ്റെ ഒരു റേഞ്ച് വരുന്നുണ്ട് ഇവിടെ. 3 lakhs ഉണ്ട് ജസ്റ്റ് കാണും അവിടെ. റിലാക്സിൻ്റെ മോഡൽ ഇതായിരുന്നു. ഫാമിലി ഹബ് എന്ന സാംസങ്ങിൻ്റെ തന്നെ ഫാമിലി ഹബ് എന്ന് പറഞ്ഞ മോഡൽ. ഫ്രഞ്ച് ഡോറാണ് ഇത് കാറ്റഗറി. 330 ഇതിൻ്റെ MRP വരുന്നത്. ഓഫർ റേറ്റ് വരുമ്പോൾ 3 lakhs ബിലോ റേഞ്ച് വരും. നമുക്ക്
ഇത് ഫ്രഞ്ച് ഡോർ ഈ ഫ്രിഡ്ജിൻ്റെ നെയിം പറഞ്ഞാൽ ഫ്രഞ്ച് ഡോറാണ്. 4 ഡോർ കാറ്റഗറിയാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ മേലെ റെഫ്രിജറേറ്റർ വരും, താഴെ ഫ്രീസർ വരും. താഴെയാണ് ഇതിൻ്റെ ഫ്രീസർ വരുന്നത്. നല്ല ഇതിൽ വേറൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ റൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം കൂടുതൽ ഫ്രിഡ്ജ് വേണ്ടി കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഫ്രിഡ്ജ്. അതിന് അത് മാത്രമല്ല ഇതിൽ നമുക്ക് സ്മാർട്ട് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓണാക്കിയിട്ടില്ല. ഓണാക്കിയ മോഡൽ ഇതാണ്. ഇതിൻ്റെ വേറൊരു വെർഷൻ ഇത് വരുമ്പോൾ കാറ്റഗറി വ്യത്യാസം വരും. സൈഡ് ബൈ സൈഡാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഡെമോ ഇവിടെ ഇട്ടിട്ടുണ്ട്. മറ്റേത് ഡെമോ ഇട്ടിട്ടില്ല. ഇതിൽ സർ കാറ്റഗറി വ്യത്യാസമുണ്ട്. ഇത് സൈഡ് ബൈ സൈഡാണ്. ലെഫ്റ്റ് സൈഡ് ഫ്രീസർ വരും, റൈറ്റ് സൈഡ് ഫ്രിഡ്ജ്. ഫുൾ ഫ്രീസറാണ്. യെസ്, ഈ കാറ്റഗറി വ്യത്യാസമുണ്ട്. ഇതിന് സൈഡ് ബൈ സൈഡ് എന്നാണ് പറയുന്നത്. സാംസങ്ങിൻ്റെ തന്നെ പ്രീമിയം മോഡലാണ്. ലെഫ്റ്റ് സൈഡ് ഫ്രീസർ വരും, റൈറ്റ് സൈഡ് ഫ്രിഡ്ജ് വരും സാർ. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഇത് ഓണാക്കിയിട്ടില്ല. ഇതിലെ സ്ക്രീൻ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് സ്ക്രീനാണ്. ഇതിലൊരു അഡ്വാൻറ്റേജ് അഡീഷണൽ വരുന്ന ഇതാണ്, വ്യൂ ഇൻസൈഡ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഇൻസൈഡ് ഡോറ് തുറക്കാതെ തന്നെ കാണാൻ പറ്റും. അതൊരു ഹൈലൈറ്റ് ആയ സ്പെക്ക സ്മാർട്ട് ഫെസിലിറ്റിയാണ്. ഇതിൻ്റെ ഇൻസൈഡാണ്. അപ്പോൾ ഇതിൽ വെച്ച് സംഭവങ്ങളുള്ളതാണ്. അതിൻ്റെ ഒരു സ്മാർട്ട് ഫെസിലിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് സാറിന് കുട്ടികൾക്കൊക്കെ ഡ്രോയിങ് കാര്യങ്ങൾ വരുന്നത്, വൈറ്റ് ബോർഡ് വരുന്നുണ്ട്. ഡ്രോയിങ് യെസ്, നോട്ട് ചെയ്താൽ പിന്നെ കളർ ചെയ്യാം. അങ്ങനത്തെ എല്ലാ ഫങ്ഷൻസും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഗൂഗിളൊക്കെ സിമ്പിളാണ്. അത് കണക്ട് ചെയ്തിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. ഓപ്ഷൻ വൈഫൈ കണക്ട് ചെയ്തിട്ട് യൂട്യൂബ് കാണാനുള്ള സംവിധാനമുണ്ട്. സൗണ്ട് സിസ്റ്റം സ്പീക്കേഴ്സ് വരുന്നുണ്ട്. എടുത്തു പറയണ്ടേ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലെ ഏകദേശം ഏരിയ എല്ലാം കവർ ചെയ്ത് ഏകദേശം 8,990 മുതൽ 3 lakhs എബോ വരെയുള്ള ഫ്രിഡ്ജുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി വാഷിംഗ് മെഷീൻ സെക്ഷൻ വരും. പിന്നെ ഇവിടെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. ഫ്രണ്ട് ലോഡിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ ഒരു 16,990 മുതൽ തുടങ്ങുന്നുണ്ട്. അത് 16,990 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിൽ ഇത് സാംസങ്ങിൻ്റെ മോഡലാണ്. സാംസങ്ങിൻ്റെ ഫ്രണ്ട് ലോഡ് കപ്പാസിറ്റി ചെയ്ത് 6.5 kg തന്നെ 5 സ്റ്റാർ പുതിയ കാറ്റഗറി ലേറ്റസ്റ്റ് വന്ന മോഡലാണ്. കുറേ മോഡൽസ് ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. വോൾട്ടാസ് ബേക്ക് വരുന്നുണ്ട്, ഹയർ വരുന്നുണ്ട്, IFB വരുന്നുണ്ട്, പിന്നെ തോഷിബ വരുന്നുണ്ട്. ഒരുപാട് അധികം ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇതിൻ്റെ വാറണ്ടി സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ സാർ ഓരോ ബ്രാൻഡും ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ IFBൻ്റെ വാറണ്ടി വരുന്നത് 4 years ഫുൾ വാറണ്ടിയാണ് വരുന്നത്. മോട്ടറിനായാലും മെഷീനായാലും 4 years ഫുൾ വാറണ്ടി വരും. സർവീസ് ചെയ്യാനാണ് നിങ്ങൾ ഡയറക്റ്റ് ആണോ അതോ സർവീസ് ചാർജ് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബില്ലിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 48 hours കൊണ്ട് ആൾ വീട്ടിൽ വരും. കമ്പനി ത്രൂ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഷോറൂമിൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. ഷോറൂമിൽ വിളിച്ചാൽ മതി. വിളിച്ച് കഴിഞ്ഞാൽ വിത്തിൻ 48 hours കൊണ്ട് ആൾ വീട്ടിൽ വരും. അത് ഏത് ബ്രാൻഡാണെങ്കിൽ. ഇനി ഇവിടെ AC ഉണ്ടല്ലേ? എയർ കണ്ടീഷൻ ഉണ്ട്, പിന്നെ ഫാൻ ഉണ്ട്. ജസ്റ്റ് അങ്ങോട്ടേ പിന്നെ ഞങ്ങൾ അടുത്ത കാറ്റഗറി സാർ എയർ കണ്ടീഷൻ വരുന്നത്. ഇവിടെ എയർ കണ്ടീഷൻ ഡിസ്പ്ലേസ് ആണ് സാറേ ഇത് വരുന്നത്. ഇതിൽ പ്രൈസിങ് എങ്ങനെ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇവിടെ നമുക്ക് 9,990 മുതലാണ് 110 ഇൻവേർട്ടേഴ്സ് ഞങ്ങൾ കൊടുക്കുന്നത്. 9,990 മുതലാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത്. അത് സ്റ്റാർട്ടിങ് വരുന്നത് ബ്രാൻഡ് വരുന്നതാണ്. മൈക്രോമാക്സ് ആണ് തുടങ്ങുന്നത് ബ്രാൻഡ്. പിന്നെ ഓരോ മോഡൽ ബ്രാൻഡ് അനുസരിച്ചിട്ട് പ്രൈസ് ഡിഫറൻസ് വരും. യെസ്, അതാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ 25,000 വരുന്നുണ്ട്, 30,000 വരുന്നുണ്ട്. അത് ബ്രാൻഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഈ മൈക്രോമാക്സിന് എത്ര 110 ഇൻവെർട്ടേഴ്സ് 3 സ്റ്റാറിൻ്റെ ഇൻവെർട്ടേഴ്സ് ഞങ്ങൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ആ ഒരു പ്രൈസിംഗ് ആണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്. ഇൻവെർട്ടേഴ്സ് അതുപോലെ തുടങ്ങുന്നത്. യെസ് ഇൻവെർട്ടേഴ്സ് ആണ്. നല്ലൊരു സ്പേസ് ആണ്. 100% കോപ്പർ 100% കോപ്പറുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ സ്റ്റാർട്ടിംഗ് ആണ് സാറേ. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിറ്റാച്ചി വരുന്നുണ്ട്. ജപ്പാൻ ബ്രാൻഡാണ്. ഹിറ്റാച്ചിന് പ്രൈസ് കുറച്ച് കൂടും. അതിൽ പ്രീമിയം ക്വാളിറ്റി മെഷീനാണ്. ഹിറ്റാച്ചി 42,000 റേറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഓഫർ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 29,990 ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ കാരിയർ വരുന്നുണ്ട്. അമേരിക്കൻ ബ്രാൻഡ്, US ബ്രാൻഡ് കാരിയർ വരുന്നുണ്ട്. കാരിയർ വരുന്നത് 110 ഇൻവെർട്ടേഴ്സ് ഓൾമോസ്റ്റ് ഓഫർ വരുമ്പോൾ 29,900 28,500 പിന്നെ ഷാർപ്പ് വരുന്നുണ്ട്. ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന സാധനം മിറ്റ്സുബിഷിയാണ്. മിറ്റ്സുബിഷി വരും, ജനറൽ വരും. AC സെഗ്മെൻറ്റ്സിൽ മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് ഇവരൊക്കെ. മിറ്റ്സുബിഷി വരും, മിറ്റ്സുബിഷി ഹെവി വരും, പിന്നെ അതേമാതിരി തന്നെ ജനറൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അതൊക്കെയാണ് നമുക്ക് AC ഏറ്റവും ടോപ്പ് കാറ്റഗറി, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വരുന്ന ബ്രാൻഡ് അതാണ്. അത് പ്രീമിയം സെഗ്മെൻറ്റ്സ് ആണ്. പിന്നെ എല്ലാ സെഗ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ ലോയിഡ് വരുന്നുണ്ട്, ലോയിഡ് എല്ലാ ബ്രാൻഡും ഉണ്ട്. ലോയിഡ് അതേമാതിരി തന്നെ ഗോദ്രേജ് വരുന്നുണ്ട്, സാംസങ് വരുന്നുണ്ട്, ഡൈക്കിന് വരുന്നുണ്ട്.
പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലാണ് ടവർ AC, 210 ടവർ AC സാർ. ഇത് ഹയറിൻ്റെ 210 ടവർ AC ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണ്. ഇതിൽ സജസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ, അതെ ഇതിൽ മെയിനായിട്ട് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഹോളാണ്. ഹോളിലേക്കൊക്കെ പക്കായിരിക്കും. സ്ക്വയർ ഫീറ്റ് റേഞ്ച് ഇത് 210 ആണ്. 210 350 സ്ക്വയർ ഫീറ്റ് സജസ്റ്റ് ചെയ്യും. ഒരു ഹോളിലേക്ക് സജസ്റ്റ് ചെയ്യും. ഹോളിലേക്കൊക്കെ അപ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ല എയർ ത്രോ കൂടും. സ്പ്ലിറ്റിലൊക്കെ മാക്സിമം എയർ ത്രോ ഒരു 12 മീറ്ററൊക്കെയാണ് വരുന്നത്. ഈ ഹോളിലേക്ക് ഇത് ടവർ AC ആകുമ്പോൾ എന്തായാലും ഒരു 20 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് എയർ ത്രോ വരും. അതതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇത് ഇൻവെർട്ടർ AC ആണ്. ഇത് കുറച്ച് കോസ്റ്റ് കൂടും. കാരണം 1,20,000 റേറ്റ് വരുന്നത് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുമ്പോൾ 95,000 വരും. കുറച്ച് കോസ്റ്റ്ലിയാണ്. അടുത്ത സെഗ്മെൻറ്റ്സ് ഫ്രിഡ്ജിൻ്റെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 8,990 മുതൽ 3 lakhs വരെ സാധനം വരുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. തോഷിബയിലുണ്ട്. പിന്നെ ഫ്രഞ്ച് ഡോർ തന്നെ ഇപ്പോൾ നമ്മളിവിടെ സ്ക്രീൻ ഇല്ലാത്ത മോഡൽസ് കണ്ടില്ലേ, സ്ക്രീനിലുള്ള മോഡൽസിൻ്റെ ഇല്ലാത്ത മോഡൽസ് രണ്ടും വരുന്നുണ്ട്. ഇത് ഹയറിൻ്റെതാണ്. ഇല്ല സെപ്പറേറ്റ് എല്ലാ ബ്രാൻഡ് വരുന്നുണ്ട്. സാംസങ് ഉണ്ട്, LG വരുന്നുണ്ട്. അതെ സാംസങ് വരുന്നുണ്ട്, LG വരുന്നുണ്ട്, വോൾട്ടാസ് ബേക്ക് വരുന്നുണ്ട്, തോഷിബ വരുന്നുണ്ട്, ഹിറ്റാച്ചി വരുന്നുണ്ട്, ഹയർ വരുന്നുണ്ട്. എല്ലാ ബ്രാൻഡ് മെയിൻ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മെയിൻ ഷോറൂമിൻ്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. വേറെ കൗണ്ടേഴ്സിൽ പോലെ ഇത്രയും ബ്രാൻഡ്സ് വരില്ല. പിന്നെ ലീബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മൻ എഞ്ചിനീയറിംഗ് ലീബർ. ഇതൊന്നും എവിടെയും കണ്ടില്ല. തോഷിബൻ്റെ മോഡൽ ഇമ്പോർട്ടഡ് മെയ്ഡ് ഇൻ തായ്ലൻഡ് വരുന്ന ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെഷീൻ. അതൊക്കെ ജപ്പാൻ ക്വാളിറ്റി മെഷീൻ കമ്പനി വരുന്ന ടെക്നോളജി വരുന്നത്. കണ്ണാടി നോക്കാം. മിറർ ടൈപ്പും കൂടിയാണ്. മിറർ ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പെട്ടെന്ന് റെസ്റ്റ് വരുന്ന ഇഷ്യൂ ഒന്നും വരില്ല. എപ്പോഴും ക്ലീൻ ചെയ്ത് കൊണ്ടടക്കാം. ഓക്കെ. ഈ ഒരു ഏരിയ പറഞ്ഞാൽ സാർ LGൻ്റെ HA ക്ലിനിക് എന്ന് അറിയപ്പെടുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ LGൻ്റെ മാത്രം പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത, LGൻ്റെ പ്രീമിയം പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത ഒരു കൗണ്ടറാണ്. ഇതിൽ മെയിനായിട്ട് സാർ നോക്കുകയാണെങ്കിൽ മെയിൻ SBS കാറ്റഗറി LGൻ്റെ എല്ലാ മോഡൽസും വരുന്നുണ്ട്. അതിൽ സ്റ്റാർട്ടിങ് വരുന്ന 1,06,000 മുതൽ പ്രീമിയം സെഗ്മെൻറ്റ്സ് അവർക്ക് 2 lakhs റേഞ്ച് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഗ്ലാസ് ഡോർ ഉണ്ട്. ഇതിന് അഡീഷണൽ ഇതിൻ്റെ പ്രത്യേക ഡോർ വരുന്നൊരു മോഡലാണ്. ഫ്രണ്ടിൽ എക്സ്ട്രാ ഡോർ വരും. നോർമലി ഇങ്ങനെ ഒരു ഡോറാണ് വരുന്നത്. ഇതിന് പുറമെ ഈ ഒരു ഡോർ വരുമ്പോൾ ഒരു കസ്റ്റമർക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എയർ ലോസ് കുറയും. ആ ഒരു ബെനിഫിറ്റാണ് കസ്റ്റമർക്ക് വരുന്നത്. പിന്നെ അത് ഗ്ലാസ് ഡോറുമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അതേമാതിരി റെസ്റ്റ് വരുന്ന ഇഷ്യൂ വരില്ല. എപ്പോഴും ആ പെർഫെക്ഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ നോക്ക് ഡോർ. ഇതും ഒരു സ്പെഷ്യലി എടുത്ത് വരേണ്ട ഒരു മോഡൽ തന്നെയാണ്. ഡിസ്പ്ലേ നമുക്ക് വ്യൂ ഇൻസൈഡ് കാണും. ഇൻസ്റ്റാ വ്യൂ എന്ന് അതിനെ പറയാം. ഇൻസ്റ്റാ വ്യൂ ഡോർ ആണ് ഇതിനറിയപ്പെടുന്നത്. ഇതിനും ഡോർ എക്സ്ട്രാ ഡോർ വരുന്നുണ്ട്. അഡീഷണൽ വിത്ത് വാട്ടർ ഡിസ്പെൻസർ, ഐസ് ആൻഡ് വാട്ടർ ഡിസ്പെൻസർ വരുന്നുണ്ട്. ഇതിന് 1,92,000 റേറ്റ് വരുന്നത്. നമുക്ക് നല്ല റേറ്റ് ഡിസ്കൗണ്ട് വരും. ഓക്കെ. അങ്ങനെ നമ്മൾ ഹിം ഡിജിറ്റലിൻ്റെ കോഴിക്കോട് ഹിം ഡിജിറ്റലിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോറിൽ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടുതലും ഈ ഫ്ലോർ എസ്പെഷ്യലി ക്രോക്കറി ഐറ്റംസ് ആണ്. നമുക്കൊരു ഹൗസ് വാമിങ്ങിനൊക്കെ ഉണ്ടായാൽ സകല സാധനങ്ങളും ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫ്ലോറിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ലിബിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. എന്നാലും ഞാൻ ലിബിനിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കിച്ചൺ ഐറ്റംസിൻ്റെ കിച്ചണിൽ ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് ഒരു 90% സാധനങ്ങൾ നമ്മുടെ തന്നെ ഉണ്ട്. അതിൽ ഹൗസ് വാമിങ്ങിന് വേണ്ട നമ്മളെ ഈ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ സൈഡിൽ സ്റ്റീൽ ഐറ്റംസ് ആണ് വരുന്നത്. സ്റ്റീൽ ഐറ്റംസ് കാസറോൾ സെറ്റ് വരെ നമ്മൾ അറേഞ്ച് സ്റ്റീല് ഐറ്റംസിൽ. പിന്നെ നമ്മളെ ടിഫിൻ പാത്രങ്ങൾ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് തന്നെ നമ്മൾ. അതായത് നിങ്ങൾക്ക് ഒരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഏകദേശം കാണുന്നത് ഇത്രയും കണ്ടാൽ തിരികെ മനസ്സിലാവുന്നത് ഈ ഒരു ഷോറൂമിൻ്റെ വിശാലത. നമ്മളിങ്ങനെ ഓരോ റാക്കിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് അടുത്ത സൈഡിലേക്ക് കണ്ടാൽ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നോൺ സ്റ്റിക്ക് ഐറ്റംസ് ആണ് വരുന്നത്. ഈ നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസ് വരുമ്പോൾ ഫ്രൈ പാൻ, കടായി, അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ. അതെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കണ്ടെയ്നർ സെറ്റ് ആണ്. കണ്ടെയ്നർ സെറ്റ് ഒരു ഗ്ലാസ് ഐറ്റംസ് വരുന്നുണ്ട്. അതെ. ഗ്ലാസ് ഐറ്റംസ് പല ഐറ്റംസ്. അതെ. നമ്മൾ ഹോട്ടൽ പർപ്പസിന് വരെയുള്ള നമ്മൾ ഗ്ലാസ് ഐറ്റംസ് നമ്മൾ തന്നെയാണ് സർവ് ചെയ്യുന്നത്. കാലിക്കറ്റ് മൊത്തം ഓൾമോസ്റ്റ്. അപ്പോൾ അത്രയും കളക്ഷൻസ് വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഇല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്രിസ്റ്റൽ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ക്രിസ്റ്റൽ അപ്പുറം സൈഡിൽ നല്ല വൈൻ ഗ്ലാസുകൾ. അതെ, എല്ലാം ഉണ്ട് ഇവിടെ. ക്രിസ്റ്റൽ ഒന്ന് നോക്കാം. ക്രിസ്റ്റൽ അപ്പുറം സൈഡിൽ വരുന്നുണ്ട്. ക്രിസ്റ്റൽ ഐറ്റംസ് ആണ്. ഓൾമോസ്റ്റ് 50% വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്.
ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ് റേഞ്ച് കൂടെ ഒന്ന് പറഞ്ഞോളൂ. പ്രൈസ് റേഞ്ച് നോർമൽ 6 പീസ് വരുമ്പോൾ ഒരു 3600 ആ റേഞ്ച് വരുന്നുണ്ട്. അത് 50% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള അതെ വൈൻ ഗ്ലാസ് ഒക്കെയാണ്. 6 പീസ് ആണ് വരുന്നത്. അതെ അല്ല അതൊക്കെ സിംഗിൾ പീസിലാണ്. പിന്നെ 6 പീസ് അത് വിൽമാക്സ് ആണ് ബ്രാൻഡ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇതിനൊക്കെ എത്ര വരുന്നുണ്ട് ഒരു പീസിന് കോസ്റ്റ്? അതിന് വർക്ക് പീസിന് ഒരു 950 രൂപ ആ റേഞ്ച്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ. നമുക്ക് ഇനിയിപ്പം അടുത്ത നെക്സ്റ്റ് അതെ പ്ലേറ്റ് വരുന്നത് ഡാങ്കോട്ടുവ. അത്രയും പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡൽസ് വരുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 18,000 റുപ്പീസ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഈ ഒരു ഏരിയ മുഴുവൻ പ്ലേറ്റ് സെറ്റുകളാണ്. അതെ അതെ. ഇനി അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട മിക്സി ഐറ്റംസ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാർ വാഷ്. ഉണ്ട്. അതെ കാർ വാഷർ, ഇൻഡക്ഷൻ മോട്ടർ, ആർമേച്ചർ മോട്ടർ വരെ കൊമേഴ്ഷ്യൽ യൂസർ തന്നെ. ടോയോ, ബോഷ്, കാർച്ചർ ഈ ബ്രാൻഡ്സ് വരുന്നത്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഇട്ട് ആർമേച്ചർ മോട്ടർ വരെയുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ലോ റേഞ്ച് ഇട്ടിട്ട് ഹൈ റേഞ്ച് വരെയുള്ള. പിന്നെ മിക്സി, വീഡിയം. വീഡിയം പറഞ്ഞാൽ ഫിലിപ്സ്, പ്രീതി, വീഡിയം ഒക്കെ മായ അപ്ലയൻസിന്റെ സെയിം ഇതിൽ വരുന്നതാണ്. ഹാവൽസ്, പ്രീതി, ബോഷ് വരുന്നുണ്ട്. ബോഷിന്റെ മിക്സി. ഇത് ഫുഡ് പ്രൊസസർ അടക്കം വരുന്നത് പ്രീതിന്റെ തന്നെ. സോഡിയാക്ക് എന്ന് പറഞ്ഞ മോഡൽസ് ആണ് വരുന്നത്. അതിൽ ഫുഡ് പ്രൊസസർ സ്ലൈസിങ് അതിനൊക്കെ 7.9, 7.6 ആ റേഞ്ചിൽ വരും. പിന്നെ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻസ് ഉണ്ട്. 2.0 എന്ന് പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡൽ ഒരു 10,900, 500 ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ബോഷ് വരുന്നുണ്ട് കുറച്ച് പ്രീമിയം റേഞ്ചിൽ. പിന്നെ സുജാത ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട്. അതെ അതെ. ഗ്രൈൻഡർ വരുമ്പോൾ 290 തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗ്രൈൻഡർ. ഓ അതെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്സി. പിന്നെ വരുന്നത് ഓ അതെ. പിന്നെ അയൺ ബോക്സിന് ഇത് വരുന്നുണ്ട്. അയൺ ബോക്സ് വാക്കിംഗ് ക്ലീനേഴ്സ്. അതെ വാക്കിംഗ് ക്ലീനേഴ്സ്. അതെ. പിന്നെ സാൻഡ്വിച്ച് മേക്കർ, ടോസ്റ്റർ, ഇൻഡക്ഷൻ കുക്കർ ഓൾമോസ്റ്റ് ഒരു 1290 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1100 ആ റേഞ്ച് വരുന്നുണ്ട്. അതിൽ ഫിലിപ്സ്, ഹാവൽസ്, എന്താ പറയുക പ്രസ്റ്റീജ്, ഇൻബെക്സ്. അതെ അതെ. പിന്നെ ഹോബ്. പിന്നെ കുക്കർ നമ്മൾ 22,000 എടുത്തിട്ട് എലീക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് വരുന്നത്. അല്ല ഇത് സൺബ്ലേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഡിസ്പ്ലേ ചെയ്തില്ല. പിന്നെ വരുന്നത് ഇപ്പോൾ കുക്കർ റേഞ്ചിൽ തന്നെ അടിയിൽ ഇലക്ട്രിക്കൽ ഓൾമോസ്റ്റ് കുക്കർ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക ഗ്യാസ് കൺസ്ട്രക്ഷൻ മാത്രം കൊടുക്കുന്നതാണ്. അതിൽ ഇലക്ട്രിക്കൽ മോഡൽസും കൂടി വരുന്ന മോഡലുണ്ട്. കാഫാണ് ബ്രാൻഡ്. ഇത് ഇലക്ട്രിക്കലാണ് വരും. ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഗ്യാസ് ടോപ്പിൽ ഫ്ലെയിം വരാൻ മാത്രം മതി. പിന്നെ അതിൽ തന്നെ ഗ്യാസ് മാത്രം വരുന്ന മോഡൽസ് ഉണ്ട്. 2 കുക്കർ റേഞ്ചും ഗ്യാസും ആ ഒരു ഓപ്ഷൻ ഉണ്ട് 4 ബർണേഴ്സിൽ. ഇത് വരുന്നത് പ്യുർ ഫ്ലെയിംസ്, കാഫ്, ബോഷ്. പിന്നെ ആ ഒരു റേഞ്ച്. പിന്നെ ഡിഷ് വാഷേഴ്സ് ആണ് വരുന്നത്. ഡിഷ് വാഷർ അതെ അതെ ഡിഷ് വാഷർ. പിന്നെ ബിൽറ്റ് ഇൻ മൈക്രോവേവ് എലീക്ക എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. അതെ അതെ. ഇത് 28. പിന്നെ വരുന്നത് അതിൻ്റെ ഫുൾ ഓപ്ഷനിൽ വരുന്നത് മോഡൽസ് ഉണ്ട്. 73,000 ആണ് വരുന്നത്. ഇതിൽ കൺവെൻഷൻ എന്ന് പറയും ആ ഒരു ഫുൾ ഓപ്ഷൻ. പിന്നെ OTG സിലോസിൽ വരുന്നുണ്ട്. അതിലും ബിൽറ്റ് ഇൻ സീരീസ് തന്നെ. അത് ഓൾമോസ്റ്റ് ഒരു 30, 26 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് തന്നെ ഹോബ് ആൻഡ് ഹുഡ്. ഇത് എലീക്കേൻ്റെ. അതെ അതെ എലീക്കേൻ്റെ. ഫുള്ള് ഹോബ്. അത് നമ്മൾ ബ്രാൻഡ്സിൽ നിന്ന് എലീക്ക അല്ലല്ല എലീക്ക വരുന്നുണ്ട്. വേൾപൂൾ വരുന്നുണ്ട്. കാഫ്. പ്രൈസ് റേഞ്ച് രണ്ടും കൂടി ഒരു ഓൾമോസ്റ്റ് ഒരു 19,900 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1 lakhിൻ്റെ അബവ് വരുന്നുണ്ട്. 1 lakh, 2 lakhs വരെ. സീമൻസ് ആണ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഐ സീരീസ് ബ്രാൻഡ് സീമൻസ്. സെക്ഷൻ കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഒരു 800 സെക്ഷൻ പവർ വെച്ചിട്ട് ഒരു 1350 സെക്ഷൻ പവർ, 1500 സെക്ഷൻ പവർ വരെയുള്ള മോഡൽസ് ചെയ്യുന്നുണ്ട്. അതെ. അങ്ങനെ നമ്മൾ ഇപ്പം ഡിജിറ്റൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാനുള്ളത് ആക്ച്വലി നമ്മളിന്ന് മേടിക്കാൻ വന്നിരിക്കുന്ന സാധനത്തിനാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഓവൻ മേടിക്കുന്നതിനുണ്ട്. ഓവൻ്റെ സെക്ഷനിലേക്കാണ് വരുന്നത്. ഓവൻ്റെ സെക്ഷനാണ്. ഓവൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി മൈക്രോവേവ് സോളോ തൊട്ടിട്ട് നമ്മൾ OTG വരെ ചെയ്യുന്നുണ്ട്. കൺവെൻഷനിൽ ചെയ്യുന്നുണ്ട്. അതിൽ ബ്രാൻഡ്സ് വന്ന് LG, സാംസങ്, ഹെയർ, IFB, വേൾപൂള്. ഞാൻ ഉദ്ദേശിച്ചത് IFB ആണ്. IFB ഓ IFB അതെ.
IFB പറഞ്ഞാൽ ഈ ഒരു മോഡൽസ് വരും. പിന്നെ IFBന് ബേസിക് ഉണ്ട്, നമ്മൾ ചൂടാക്കുന്ന പർപ്പസ് നമ്മൾ സോളോ പർപ്പസ് ആണല്ലേ. ആ 5000 ഇപ്പോൾ നമ്മളടുത്ത് ഡിസ്പ്ലേയിൽ വരുന്നില്ല. ഇവിടെ ശരിക്കും നമ്മുടെ എല്ലാ ഓവൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ച് എത്ര വരുന്നത്? 4990 മുതൽ എത്ര വരെ ഉണ്ട്? 4990 ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഒരു 32, 33 വരെയുള്ള മോഡൽസ് ഉണ്ട്. അത് ഏത് വേരിയന്റ് വരുന്നുണ്ട്? ഏത് LGന്റെ 32 ലിറ്റർ കപ്പാസിറ്റി. അത് ഈ ഒരു റേഞ്ചിൽ വരുന്നത്. ഇത് വരും, പിന്നെ ഇത് വരും. അത് എല്ലാത്തിനും തെർമോക്കോളായിരിക്കും. അതെ, ഇതാണ് IFBന്റെ 2 മോഡൽസാണ് വരുന്നത്. 30BRC2 പിന്നെ FRC2 എന്ന 2 മോഡൽസ്. രണ്ടും നമുക്ക് 400 രൂപേൻ്റെ വേരിയേഷൻ വരുന്നുള്ളൂ. അത് ഫ്ലവറിൻ്റെ ഒരു വേരിയേഷൻ്റെ മുകളിൽ വരുന്ന പ്രൈസ് ഡിഫറൻറ്റ്. രണ്ടും സെയിം പർപ്പസ്. റൊട്ടേസറി ഇതല്ല ഞാൻ പറഞ്ഞ സാറ് പറഞ്ഞ മോഡൽ സാറാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് റൊട്ടേസറി കാര്യങ്ങൾ വരും. നമ്മൾ ചിക്കൻ കാര്യങ്ങൾ, ഷവായി കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. പിന്നെ 101 ഓട്ടോ കുക്ക് മെനൂസ് വരും. നമുക്ക് ഇത് ഇന്ത്യൻ റെസിപ്പീസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് ഒരു ബിരിയാണി അങ്ങനത്തെ റൈസ് ഐറ്റംസ് ഇന്ത്യൻ കുക്കിങ്ങിന് പറ്റിയ 101 ഇതുവരെ ഇതിൽ ഓട്ടോ കുക്ക് മെനൂസ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടെമ്പറേച്ചർ, ടൈമർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഡെമോ ഒരു വീട്ടിൽ വന്ന് തരും. വീട്ടിൽ വിത്തിൻ 48 അവർ ബില്ല് ചെയ്ത് 48 അവറിനുള്ളിൽ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ തരും. അതെ അതെ. നമുക്ക് അപ്പം നമ്മൾ വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവൻ എടുക്കാനാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓവൻ. IFBൻ്റെ 30 FRC2 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കിതൊന്ന് ബില്ല് ചെയ്യാം. അതിനുമുമ്പ് ഈ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണട്ടെ, നമുക്ക് വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങൾ, അതുപോലെ ഇവിടെ വേറെ സാധനം കിടക്കുന്നുണ്ട്. കാണിച്ചിട്ട് ഇത് എടുത്തപ്പോൾ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതാ ഈ സാധനം കാണുന്നുണ്ടോ? ഇത് കണ്ട ഒരു ചെറിയ പെട്ടിയാണ്. നമ്മൾ വെയിങ് മെഷീൻ പോലെയൊക്കെ ഉണ്ട് സംഭവം. റോബോട്ടിക് ക്ലീനറാണ്. നമ്മൾ വെച്ച് കൊടുത്താൽ മതി, സാധനം ഇവിടെ നിന്ന് അടിച്ചു വാരി തൂത്തങ്ങ് പൊക്കോളും. അപ്പോൾ അന്നേരം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സാധനം ബില്ല് ചെയ്യാൻ പോട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.